ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹരിക്കോട്ട് ബീൻസ് കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി, പെറോട്ട എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിക്കോട്ട് ബീൻസ് കേട്ടോ. നമ്മുടെ സാധാരണ ബീൻസിൽ നിന്ന് കുറച്ചും കൂടി നല്ല പച്ച കളറായിരിക്കും. ഇത് ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നല്ല ഇളതായിട്ടുള്ള ബീൻസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടും തലപ്പുമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലോങ് പയറില്ലേ, ലോങ് പയർ ഒന്ന് മെഴക്ക് ഉരുട്ടിക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നാരൊന്നും ഇല്ല കേട്ടോ, നല്ല ഇളതായിട്ടുള്ള ബീൻസാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചെറിയൊരു കുഴിയുള്ള പാനാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ബട്ടർ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറിയതായിട്ട് ഇതൊന്ന് വാടിക്കിട്ടി ചെറിയൊരു ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാവേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിലക്കടല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയും നിലക്കടലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ നമ്മുടെ ജാറിലേക്ക് നീക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ്, അത് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസിലാണ് നമുക്ക് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ച് ഒന്ന് അതങ്ങ് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ നമ്മുടെ കുമിൻ സീഡ് ഉണ്ടെങ്കിൽ പൊടിക്കാത്തത്, അത് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ പൊടിക്കാത്തതില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിക്സി കഴുകിയ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് കിട്ടണമേ. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു അടുപ്പിലേക്ക് ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കാവേ. എന്നിട്ട് നമുക്ക് ഈ അടുപ്പിൽ നമുക്ക് വേറൊരു കടായി വെച്ച് കൊടുക്കാം.
അപ്പോൾ അതാ ഒരു കുഴിയുള്ള കടായിയാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് സീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. കരിഞ്ജീരകമാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബ്ലാക്ക് സീഡിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത അരിക്കോട്ട് ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളർ, ആ പച്ച കളർ ഒന്ന് നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിലേക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ബീൻസ് ഒരു ഹാഫ് കുക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മുടെ ഗ്രേവി ഇതാ കണ്ടില്ലേ, ചെറിയ തീയിൽ കിടന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുമിൻ സീഡ് നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണേ, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടികളായിട്ട് ഇത് 3 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ 2 പച്ചമുളക് ചേർത്ത് അരച്ചെടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് അധികം എരിവ് പാടില്ല കേട്ടോ. അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് വെള്ളം എടുത്തതിൽ ഒരു 1/4 ഭാഗമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത്രയും ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുറുവി ആണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും വെള്ളം ചേരും കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വെച്ച് കേട്ടോ. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് ഗ്രേവി നല്ല ഒരു കുറുവലായിട്ടിരിക്കുകയാണ് അത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ നല്ല ലൂസായിട്ടുള്ളൊരു കറിയാണ്. ഇനി നമ്മൾ തിളപ്പിച്ചതൊന്ന് വറ്റിച്ചെടുക്കുകയെ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഹരിക്കോട്ട് ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കറക്റ്റ് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാവേ. ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഇത്തിരി കൂടി ഒന്ന് തിക്കായി കിട്ടാനുണ്ട് കേട്ടോ. ഈ സമയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ പിന്നെ നമുക്ക് ലോയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ കറി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചപ്പാത്തി, പെറോട്ട, പിന്നെ പാലപ്പം,
പുട്ട് എന്നിവയോടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇത്തിരി കൂടി ഒന്ന് തണുത്ത് കിട്ടുമ്പോൾ ഒന്നും കൂടി കറി ഒന്ന് തിക്കാവേ. അപ്പോൾ തിളയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹരിക്കോട്ട് ബീൻസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.